ഇന്ന് രാവിലെ മുതൽ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോഴാണ് സലീം ഭായി കഴിക്കുന്നത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഇരിക്കും, എന്ത് ചെയ്യണമെന്ന് പറയാതെ, കഴിക്കണോ വേണ്ടെന്ന് പറയാതെ ഇരിക്കുക. ദാൽ ഫ്രൈയും ഉണക്ക റൊട്ടിയും കഴിക്കുന്നത്. സലീം എങ്ങനെയുണ്ടാ റൊട്ടി? കൊള്ളാം. ദാൽ ഫ്രൈ റൊട്ടി ഞാനൊന്നും കഴിക്കുന്നില്ല കേട്ടോ. എൻ്റെ പ്ലേറ്റ് കാലിയാണ്. ഞാനൊന്നും ഇന്നലെ രാത്രി കഴിച്ചതാണ്. രാത്രി കഴിച്ച് രാവിലെ കാപ്പി കുടിച്ചു. ഞങ്ങളിപ്പോൾ യു പിയിലൊക്കെ പോയിട്ട് ഞങ്ങളോട് ചോദിച്ചു ഭക്ഷണം കഴിച്ചു തന്നു. ഞങ്ങളൊന്നും വേണ്ട കഴിച്ചു. ഇവിടെ വന്നപ്പോൾ എല്ലാ ഷോപ്പും റെയിൽവേ സ്റ്റേഷൻ്റെ വാതിക്കലുള്ള കുറച്ച് കടകളുണ്ട്. അവിടെ ഉണക്ക ചപ്പാത്തിയൊക്കെ കിട്ടുള്ളൂ. എന്നാലും കുറച്ച് കൊള്ളാതെ പറയുന്നത് അത് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ എനിക്ക് വേണ്ടി ചിക്കൻ മേടിച്ചു. ചിക്കൻ ഇല്ലാതെ എനിക്ക് നടക്കുന്നില്ല. അവിടെ ചിക്കൻ മേടിച്ച് ബാക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട്. ബാക്കി ഒപ്പിച്ചെന്നിട്ട് കഴിക്കാം. വലിയ ഭക്ഷണം ഒക്കെ ഉണ്ട്. കൊള്ളാം. ഭക്ഷണം കൊള്ളാം. കുഴപ്പമില്ല. സലീം ഞാൻ പാഴ്സൽ മേടിച്ചു 2 റൊട്ടി. സലീം ബ്രോ ഭക്ഷണം കഴിക്കണം ഗൈസ്. സലീമിന് ആദ്യമായിട്ടായിരുന്നു ഒരു ദിവസം ഫുൾ ടൈം അല്ലാതെ എപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് എന്നോട് കൂടി ഫുള്ളുടെ ഭക്ഷണം മേടിക്കില്ല, കഴിച്ചില്ല. റൂം നമുക്ക് റൈറ്റ് പാടുകഞ്ചിനകത്ത് പോകാം. അപ്പോൾ കാര്യം നമുക്ക് 2 ദിവസം കഴിഞ്ഞ് ഇവിടുന്ന് ട്രെയിൻ കയറാനുള്ള ഗൈസ്. ഓക്കെ, അതേപോലെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാം ഓംപ്ലേറ്റ് എങ്ങനെ ഉണ്ടെന്ന് ഗൈസ്. ഓംപ്ലേറ്റ് ഉണ്ടാക്കും അവിടെ. നമ്മുടെ കേരളത്തിലെ രീതിയിലല്ല, വേറെ സ്റ്റൈലിൽ അവരുണ്ടാക്കുന്നത്. നമുക്ക് വാരിയൊക്കെ ഇടുന്നുണ്ട്, എന്തോ ഒക്കെ വാരിയിടുന്നുണ്ട്. അവർക്കറിയാം എന്താ വാരിയിടുന്നത്. ഓംപ്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാൾക്ക് ശേഷം 15 ദിവസം 20 ദിവസം ഞാൻ പുറത്ത്. അപ്പം ഇന്ന് ഓംപ്ലേറ്റ് കഴിക്കാൻ പോകണം ഗൈസ്. ഡൽഹി വന്നിട്ട് നമ്മുടെ പാടുകഞ്ചി റോഡിലെ ലൈറ്റെല്ലാം ഓഫായി കിടക്കുകയാണ്. ഓണാണ്. അപ്പം ഞങ്ങൾ ഹോട്ടൽ ചെക്കൗട്ട് ചെയ്ത് ഇവിടുന്ന് യു പിക്ക് പോകണം. 11:30 ഒരു ട്രെയിനുണ്ട് യു പിക്ക്. ലഗേജ് കയ്യിലുണ്ട്. കുറച്ച് ലഗേജ് ഹോട്ടലിൽ വെച്ചിരിക്കുക. റിട്ടേൺ വരുമ്പോൾ ഞാൻ എടുത്തു. ഓക്കെ ഗൈസ്. അപ്പോൾ അപ്പൂർ യു പി ചെന്ന് 2 ദിവസത്തെ വർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഉള്ള വീഡിയോസിൽ കൂടെ കാണാം. ഞങ്ങൾ യു പി റെയിൽവേ സ്റ്റേഷനോട് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പം ഒരു പാവം ഒരു മനുഷ്യൻ ചവിട്ടുക. അവൻ 20 രൂപയാണ് സവാരിക്ക് മേടിക്കുന്നത്. 20 രൂപ. 20 രൂപയ്ക്ക് വേണ്ടി അവൻ കിടന്ന് ഇങ്ങനത്തെ. നമ്മുടെ അവിടെ ഒന്നും ഈ പരിപാടിയില്ല, കേരളത്തിലൊന്നും ഇല്ല. നമുക്കൊരു സങ്കടം വരും ഇങ്ങനെയൊക്കെ. അവരും കഷ്ടപ്പാട്, അവരൊരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന. 2 പേരെ വലിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ 20 രൂപ 40 രൂപ. അത് റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം കേസ്. അപ്പം ഞങ്ങൾ 2 ആനകൾ വണ്ടിയിലിരിക്കുകയാണ് കേസ്. ഒരു നാണമില്ലാതെ 2 ആനകൾ വണ്ടിയിലിരിക്കുക. ഇവരെ കൊണ്ട് ചവിട്ടിരിക്കും. ഞങ്ങൾ വണ്ടിയിലിരിക്കുന്നു. മോശമാണ്, എനിക്കത് മോശമായിട്ടാണ്. ഞങ്ങളിവിടുത്തെ ഒരു ചെറിയ സൈക്കിൾ വണ്ടിയിൽ യാത്ര ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്. അവിടുന്ന് യു പിക്ക് ഹാപ്പൂർ ട്രെയിനുണ്ട് 11:30. അതിൽ പോകാനാണ് പ്ലാൻ. അത് കിട്ടിയില്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ ചെല്ലാന്നോ യു പി ചെല്ലാന്നോ പറഞ്ഞത്.
കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നേരെ ബസ്സിന് പോകും. ഇങ്ങോട്ട് പോവാണ്. ഓക്കെ, ലഗേജ് ഉണ്ട് കയ്യിൽ. ഓക്കെ ഗൈസ്, ട്രെയിനകത്ത് എൻ്റെ ഇഞ്ചിനും ബാക്കിയുള്ള കൽക്കരി ട്രെയിൻ നടത്തുന്നത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. അത് വന്നപ്പോൾ ഭയങ്കര തിരക്ക്, ഒടുക്കുന്ന തിരക്ക്, ഭയങ്കര ക്യൂ ആണല്ലോ ഗൈസ്. സലീം ടിക്കറ്റ് എടുക്കാൻ കയറി നിൽക്കും ഗൈസ്. കോഴിമടുത്ത് ഈ ട്രെയിന് എവിടെയാണ് കിടക്കുന്നത്? ലോക്കലിലാണ് എടുത്തിരിക്കുന്നത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. കോഴിമടുത്ത് ഗൈസ് ലോക്കൽ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ലോക്കലിലാണ് യാത്ര ചെയ്യുന്നത്. ഹലോ, അപ്പോൾ ഞങ്ങളിന്ന് ലോക്കൽ ട്രെയിനിലാണ് അപ്പൂര് പോകുന്നത്. ട്രെയിനിൽ കയറി ഭയങ്കര തിരക്കാണ്, ഭയങ്കര പേര്, ഭയങ്കര തിരക്ക്, ഭയങ്കര രക്ഷ. അതുപോലെ തന്നെ ഞങ്ങൾ ആപ്പൂരിന് പോകണം. ടിക്കറ്റ് കിട്ടി. എത്ര രൂപ ടിക്കറ്റ്? 40 രൂപ. ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങളിപ്പം സെക്കൻഡ് ക്ലാസ്സിലാണ് കയറിയിരിക്കുന്നത്. യാത്ര, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര സെക്കൻഡ് ക്ലാസ്. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, ഫുൾ ലോഡാണ്. അപ്പം സെക്കൻഡ് ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കയറാൻ പറ്റുന്നില്ല. സൈഡിൽ നിന്ന് യാത്ര ചെയ്യുന്നത് ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണം. 5-6 സ്റ്റോപ്പ് എവിടെയൊക്കെ നിർത്തുന്നില്ല. ലോക്കൽ ട്രെയിനിലെ തിരക്കുണ്ട് ഗൈസ്. ഇതാണ് തിരക്ക് ലോക്കൽ ട്രെയിനിൽ. ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞതാണ് പ്രശ്നം. ഇടിച്ച ആൾ കയറും. അപ്പോൾ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. സലീം ബ്രോ അവിടെ നിൽക്കുന്നു. അതുപോലെ അത്യാവശ്യം നമ്മുടെ എല്ലാ സാധനം കയ്യിലുള്ള മൊബൈൽ ഫോണ്, പേഴ്സെല്ലാം നോക്കിയില്ലെങ്കിൽ ഇന്നും പിന്നെ നമ്മൾ അടിച്ചുകൊണ്ട് പോകും സാധനം. സേഫായിട്ട് നിൽക്കുക. ഈ സെക്കൻഡ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും അലേർട്ടായിട്ട് പല പല ആൾക്കാരെ. ക്ലാസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടത്. പിന്നെ യാത്ര ചെയ്യുന്ന ഇപ്പോഴാണ്. ഇടിച്ച ആൾക്കാരില്ല ഈ ബനാറസ്. ഇപ്പം ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇത് യു പിയിലുള്ള ഹാപ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഹാപ്പൂർ എല്ലാവരും ഞങ്ങളുടെ ബിസിനസ് ഫീൽഡിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാവുന്നതായിരിക്കും ഹാപ്പൂർ എവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചുങ്കിയിൽ ഹലീം ബിരിയാണി കഴിക്കാൻ പോവാം ഗൈസ്. അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. റാംപൂർ റോഡ് മൊറീദാബാദ്. ഇത് ഹാപ്പൂറാണ്. ഹാപ്പൂർ ഇവിടെ സലീം വാല ബിരിയാണി കഴിക്കാൻ പോകും. അധികം സലീം ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ബിരിയാണി വരും. ഓക്കെ ഗൈസ്, ഇവിടുത്തെ സ്പെഷ്യൽ പോത്ത് ബിരിയാണിയാണ്. യു പിയിൽ ബിരിയാണി കിട്ടുന്നതെന്ന് പറയുന്നത് നല്ല സൂപ്പർ പോത്ത് ബിരിയാണി കിട്ടും യു പിയിൽ. ഇത് ഹലീം, ഇതിൻ്റെ പേരാണ് ഹലീം. ഇതിനോടെ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്, വെരി ടേസ്റ്റ്. സലീം മേടിച്ചിട്ടുണ്ട്. ഹാഫ് ഫ്ലൈറ്റാണ്. ഞങ്ങളത് ബിരിയാണി കഴിച്ചിട്ട് അതിന് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. ടേസ്റ്റ്. ഓക്കെ ഗൈസ്, ഇത് ഹലീം ഇട്ടിട്ട് കണ്ടോ, ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് അടിപൊളിയായിട്ട് ഇത് മിക്സ് ചെയ്യണം. ഹലീം ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളത് അടിപൊളിയായിട്ട് കഴിക്കണം. അടിപൊളിയായിട്ട്